നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ കുരുക്ക് നേതൃത്വം വരുത്തിവച്ചത് എന്നാണ് വിമർശനം. UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ പടയൊരുക്കം. വിവരങ്ങൾ ദിസ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ദിസ്ന, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് വന്നപ്പോൾ ഇടത് നേതാക്കൾ ആകപ്പാടപ്പെട്ട അവസ്ഥയിലായി. പക്ഷേ അത് വലിയൊരു ആയുധമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനിടയിലാണ് അടൂർ പ്രകാശും പെട്ടു എന്ന് വരുന്നത്. എന്താണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. എന്തായാലും അതിലും ഇക്കുറി വലിയ വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഈ ഘട്ടത്തിലാണ് ഈ അടൂർ പ്രകാശും സ്വർണ്ണക്കവർച്ചയും ബന്ധപ്പെട്ടുള്ള ഫോട്ടോകളൊക്കെ തന്നെയും പ്രചരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിൽ ഇടത് സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നു. ഇടതുമുന്നണിക്കെതിരെ ആയുധമാക്കിയത് ഇപ്പോൾ ഇടതുമുന്നണി തിരിച്ച് UDFനെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലും പ്രചാരണത്തിലും വലിയ വിഷയമാക്കി ഇത് മാറ്റുവാൻ തന്നെയാണ് ഇടത് മുന്നണിയുടെ തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് നൽകിയ വിശദീകരണം തന്നെയാണ് UDFന്റെ നേതൃനിരയിൽ ഇരിക്കുന്ന നേതാക്കന്മാരെ തന്നെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത് എന്ന് തന്നെയാണ്. ഈ പോറ്റിയുടെ ഒപ്പം പ്രസാദം കൊടുക്കുവാനായി പോയതാണ് എന്നൊരു വിശദീകരണമാണ് ഈ അടൂർ പ്രകാശ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയത്. പക്ഷേ അതും കൂടുതൽ അപഹാസ്യമാക്കി മാറ്റുകയായിരുന്നു ഈ അടൂർ പ്രകാശിന്റെ വിശദീകരണവും എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വം ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണം ഇനി നടത്തണ്ട എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ എടുത്ത ഒരു തീരുമാനത്തിൽ പെടുന്നതാണ് രാഗി. എന്തായാലും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അടൂർ പ്രകാശ് ആ ചിത്രത്തിൽ എത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ അത് എത്ര തരത്തിലുള്ള രാഷ്ട്രീയ ആയുധമാക്കിയാലും അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശമൊക്കെ തന്നെയും മതസാമുദായിക വോട്ടുകൾ കുറയുന്നതിന് കാരണമാവും എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നേതൃത്വത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയും ഭിന്നാഭിപ്രായങ്ങൾ കോൺഗ്രസിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, അതായത് പുതിയ ആളുകൾക്ക് തിരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകണമെന്നുൾപ്പെടെയുള്ള ചർച്ചകൾ വരുന്നു. അതേസമയം മുതിർന്ന നേതാക്കന്മാർ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് രാഗി. എന്തായാലും കോൺഗ്രസിനുള്ളിൽ നേതൃനിരയിൽ ചെറിയ ഭിന്നതകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. അത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ഇടതുമുന്നണി വലിയൊരു ആയുധമായി ഈ സ്വർണ്ണ കവർച്ചയെ മാറ്റാനുള്ള ശ്രമം നടക്കുന്ന സാഹചര്യമാണുള്ളത്. അത് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ അതെങ്ങനെയാണ് പ്രചാരണ ആയുധമാക്കി ഇടതുപക്ഷം മാറ്റുക, അതോടൊപ്പം UDF എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നതും നോക്കിക്കാണേണ്ടതുണ്ട് രാഗി. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച വിഷയം ചർച്ചയാകുമ്പോൾ അത് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ വെട്ടിലാക്കുന്നു എന്നുള്ളതാണ്. ഈ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പേര് ചർച്ചയായതോടുകൂടി അവർ പറയുന്നുണ്ട് SITയിൽ ഇടത് നേതാക്കൾ കയറിപ്പറ്റിയത് കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ. പക്ഷേ ഈ അടൂർ പ്രകാശിനെതിരെ ഒരു വിഭാഗം രംഗത്ത് എത്തുമ്പോൾ അടൂർ പ്രകാശിനെ വിശ്വസിക്കാത്തവർ മുന്നണിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.